നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴികൾക്ക് നാടൻ കോഴികൾ ഇടുന്ന മുട്ടയുടെ മഞ്ഞക്കരു നല്ല മഞ്ഞ നിറം മാറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പൊടിക്കൈയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആ വിദ്യ എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ എന്നും കോഴികൾക്ക് തീറ്റ കൊടുത്ത് ഒരു 11 മണി സമയത്തേക്ക് ഇതുപോലെ പുല്ല് വർഗ്ഗങ്ങളായ ചെടികൾ നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ ഇങ്ങനെ കണ്ടിച്ചെടുത്തതിന് ശേഷം കോഴികൾക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് കൊടുക്കണം. ചെറിയ രീതിയിൽ അരിഞ്ഞരിഞ്ഞ് അതിനെ കൊത്തി തിന്നാ കണക്കിന് ഉള്ള രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞ് കോഴികൾക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ കോഴികൾ ഇടുന്ന മുട്ടയുടെ മഞ്ഞക്കരുവിന് നല്ല കളറ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇപ്പോൾ ഞായറാഴ്ചയാണ് ഈ ഇലവർഗ്ഗങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു 11-12 മണിക്ക് കൊടുത്തതിന് ശേഷം ഒരു ഞായറാഴ്ചയാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ ഒരു ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മുട്ടയുടെ ആ മഞ്ഞക്കരുവിൻ്റെ കളർ വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇനി എല്ലാ ദിവസവും കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ ഈ പുല്ലുവർഗ്ഗ ചെടികളെല്ലാം ഏത് പുല്ലുവർഗ്ഗ ചെടികൾ വേണമെങ്കിലും കോഴികൾ തിന്നും. അതെല്ലാവർക്കും അറിയാമായിരിക്കും. കോഴി വളർത്തുന്ന എല്ലാവർക്കും അറിയാം. കോഴികൾ നമ്മളെ മുറ്റത്ത് നിൽക്കുന്ന എല്ലാ പുല്ലുവർഗ്ഗങ്ങളും കൊത്തി തിന്നാറാണ് പതിവ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ അങ്ങനെയുള്ള നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ ഉള്ള കാടുകളെല്ലാം ഇതേപോലെ കൊത്തി എടുത്തതിന് ശേഷം കൊത്തി അരിഞ്ഞ് കോഴികൾക്ക് ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴികളിടുന്ന മുട്ടയുടെ മഞ്ഞക്കരു നല്ല മഞ്ഞ നിറമായിട്ട് കിട്ടും. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ കോഴി കർഷകർക്കും, കോഴിയെ വളർത്തുന്ന ഒട്ടുമിക്ക കർഷകർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് തരാനും ഒട്ടും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് അടിച്ചതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ട. നമ്മൾ 6 രൂപ, 6.5 രൂപ, 5.5 രൂപ നിരക്കിൽ വാങ്ങുന്ന മുട്ട. ഇത് നമ്മുടെ വീട്ടിലെ കോഴിമുട്ടയാണ്, നാടൻ കോഴിമുട്ട. അപ്പോൾ അതിൻ്റെ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയ മുട്ടയാണ്. അപ്പോൾ അതിൻ്റെ മഞ്ഞക്കരുവിൻ്റെ കളറാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം. ഇതാണ് അതിൻ്റെ മഞ്ഞക്കരുവിൻ്റെ കളർ എന്ന് പറയുന്നത്. ഏകദേശം ഇതേപോലെ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയുടെ മഞ്ഞക്കരുവിൻ്റെ കളറ്. ഇനി നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ നാടൻ കോഴിയിട്ട മുട്ടയുടെ മഞ്ഞ കളർ നോക്കാം. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ കോഴികൾക്ക് ഈ പുല്ല് വർഗ്ഗ ചെടികളെല്ലാം സ്ഥിരമായിട്ട് തീറ്റയിൽ ഉൾപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കോഴിയുടെ മുട്ട ഇത് എനിക്ക് നല്ല ഡാർക്ക് മഞ്ഞ നിറമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ കോഴിയിട്ട മുട്ടയുടെ മഞ്ഞക്കരു. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്ന മുട്ടയും നാടൻ കോഴി നമ്മുടെ പുല്ല് കഴിച്ച് മുട്ട തരുന്ന കോഴിയുടെ മുട്ടയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമ്മൾ പുല്ല് കൊടുക്കാതെ വളർത്തുന്ന കോഴികൾ വേണം. നമ്മൾ കോഴിത്തീറ്റകളും ഗോതമ്പും അരിയൊക്കെ കൊടുത്ത് മാത്രം വളർത്തുന്ന കോഴികൾ വേണം. അപ്പോൾ അങ്ങനെയുള്ള കോഴിയുടെ മുട്ടയാണ് ഇപ്പോൾ ഇത് പുല്ല് കൊടുക്കാതെ ഞാൻ വളർത്തുന്ന കോഴികളാണ്. ഇതിൻ്റെ ഒരു മുട്ട നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അത് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കളറ്. ഇത് പുല്ല് കൊടുക്കാതെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിയുടെ മുട്ടയാണ്. ഇനി ഇത് മൂന്നും കൂടി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. കണ്ടില്ലേ? ഇത് നമ്മുടെ നാടൻ കോഴിയിട്ട മുട്ട. ഇത് പുല്ല് കൊടുക്കാതെ ഇടുന്ന നാടൻ കോഴിമുട്ട. അപ്പം മൂന്നിൻ്റെയും ആ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ? കടയിലെ മുട്ടയും പുല്ല് കൊടുക്കാതെ ഇടുന്ന നാടൻ കോഴിയുടെ മുട്ടയും
പുല്ല് കൊടുത്തതിന് ശേഷം ഇടുന്ന നാടൻ കോഴിയുടെ മുട്ടയുടെ മഞ്ഞക്കരുവിൻ്റെയും വ്യത്യാസം മനസ്സിലായില്ല. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നമ്മൾ വളർത്തുന്ന കോഴികൾക്ക് തീറ്റച്ചിലവ് ലാഭിക്കാൻ വേണ്ടി ഇതേപോലെ നല്ല പോഷക സമൃദ്ധമായ മുട്ട ലഭിക്കാൻ വേണ്ടിയും പുല്ല് ഇതേപോലെ ചെറിയ അളവിൽ കൊത്തി അരിഞ്ഞ് കോഴികൾക്ക് കൊടുക്കുക. അപ്പോൾ ഇനി ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.